കുഞ്ഞുങ്ങളെ ചോദ്യം ഇതാണ്. രണ്ട് സംഖ്യകൾ മൂന്നാമത്തെ ഒരു സംഖ്യയേക്കാൾ യഥാക്രമം 30% 37% കുറവാണ്. രണ്ടാമത്തെ സംഖ്യ ആദ്യത്തേതിനേക്കാൾ എത്ര ശതമാനം കുറവാണ്? ഇതാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് ചെയ്താൽ നമ്മൾ അല്പം കൂടി കംഫർട്ടബിൾ ആയിരിക്കും. ഇക്വേഷൻസ് ഫ്രെയിം ചെയ്യാതെ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് ചെയ്താൽ അല്പം കൂടി നല്ലതായിരിക്കും. അപ്പം ഇവിടെ 3 സംഖ്യയുണ്ട്. ആദ്യത്തെ 2 സംഖ്യയെ മൂന്നാമത്തവനെ റെഫറൻസ് ആക്കിക്കൊണ്ടാണ് നമ്മുടെ മുന്നിൽ കാര്യങ്ങൾ പറയുന്നത്. ആദ്യത്തെ 2 സംഖ്യ മൂന്നാമത്തെ സംഖ്യയേക്കാൾ ഇത്ര കുറവെന്നാണ്. അപ്പം നമുക്ക് ഇങ്ങനെ അസ്യൂം ചെയ്യാം, ഇവിടെ 3 സംഖ്യ ഉണ്ട്, 1 2 3 സംഖ്യ. അപ്പം മൂന്നാമത്തവനെ ആണല്ലോ ഇവർ റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യുന്നു, മൂന്നാമത്തവന്റെ വില 100 എന്ന് എടുക്കുന്നു. ശരി, അങ്ങനെയെങ്കിൽ പറയൂ, ആദ്യത്തെ സംഖ്യ ആരാ? മൂന്നാമത്തെ സംഖ്യയേക്കാൾ 30% കുറവെന്ന് പറയുന്നു. 100-നേക്കാൾ 30% കുറവെന്ന് പറയുമ്പോൾ അതാരാ? 70 ദെൻ രണ്ടാമത്തെ സംഖ്യ ആരാ? മൂന്നാമത്തെ സംഖ്യയേക്കാൾ 37% കുറവെന്ന് പറയുന്നു. അപ്പൊ രണ്ടാമത്തെ സംഖ്യ ആരെന്ന് ചോദിച്ചാൽ 100-നേക്കാൾ 37% കുറവ് 63 63 ആണ്. അപ്പൊ ഫലത്തിൽ പറഞ്ഞാൽ 3 സംഖ്യകളും മനസ്സിലായി. ആരൊക്കെയാണ് ഈ 3 സംഖ്യകളെന്ന് ക്ലിയർ ആയി. ഇനി എന്താ കഥ? ഇനി കണ്ടുപിടിക്കേണ്ടത് രണ്ടാമത്തെ സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ എത്ര ശതമാനം കുറവാണ്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, രണ്ടാമത്തെ സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ എത്ര കുറവ് എന്ന് ആദ്യം നോക്കിയാലോ? രണ്ടാമത്തെ സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ എത്ര കുറവെന്ന് ചോദിച്ചാൽ 63. 70-നേക്കാൾ എത്ര കുറവെന്ന് ചോദിച്ചാൽ 7 കുറവാ. ക്ലിയർ ആണോ? എന്താ അറിയണ്ടേ? ശതമാനം അറിയണ്ടേ? അപ്പൊ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. 70-നേക്കാൾ 7 കുറവാണ് രണ്ടാമത്തെ സംഖ്യ. 70 എന്ന ആദ്യത്തെ സംഖ്യയേക്കാൾ 7 കുറവാ രണ്ടാമത്തെ സംഖ്യ. ക്ലിയർ ആയോ? ഇതിന്റെ ശതമാനം കാരണം എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 100. 70-നേക്കാൾ 7 കുറവ്. ഈ എഴുതി വെച്ചിരിക്കുന്ന ഫ്രാക്ഷൻ എങ്ങനെയാ? 70-നേക്കാൾ 7 കുറവ്. 70-ന്റെ എത്ര ശതമാനം? 7 അങ്ങ് കണ്ടാൽ മതി. എത്ര ശതമാനം? 7 70 10 വെച്ച് വെട്ടിപ്പോ നമുക്ക് പറയാം നമ്മുടെ ആൻസർ 10%. ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക്? ഓക്കെ അല്ലേ? ശരി, താങ്ക് യു.